നമസ്കാരം. ഒരു സമയത്ത് ഇന്ത്യ റഷ്യ ബന്ധം തകർക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കൊണ്ട് ആവുന്നതൊക്കെ ചെയ്തു നോക്കി. പക്ഷെ അന്നൊന്നും ഫലവത്തായിരുന്നില്ല. എന്നാൽ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യ റഷ്യ ബന്ധം ചെറിയ രീതിയിലുള്ള ഉലച്ചിലുകൾ സംഭവിച്ചിരിക്കുന്നു. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ പോരായ്മകൾ അല്ലെങ്കിൽ ചെറിയ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് റഷ്യ നിലവിൽ തിരിച്ചടി നേരിടുകയാണ്. അതായത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ വൻതോതിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് 40% എണ്ണയാണ് കുറച്ചിരിക്കുന്നത്. 2025 ജനുവരിയിലെ കണക്കുകളുമായി ഇവ താരതമ്യം ചെയ്യുമ്പോൾ ഈ കുറവ് വ്യക്തമായി കാണാം. അമേരിക്കയും ഇന്ത്യയും വ്യാപാര കരാറിലെത്തുന്ന അവസരത്തിൽ തന്നെയാണ് റഷ്യയെ ഇന്ത്യ മനഃപൂർവ്വം അന്ന് അകറ്റി നിർത്തുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയുടെ എണ്ണയ്ക്ക് അമേരിക്ക ഉപരോധം ചുമത്തുകയും ചെയ്തു. അവിടെ നിന്ന് എണ്ണ വാങ്ങുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ബുദ്ധിപരമായ നീക്കം നടത്തിയത്. അതായത് ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ അങ്ങ് കൈയൊഴിഞ്ഞു. 2025 ജനുവരിയിൽ റഷ്യയിൽ നിന്നും $481 കോടി ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിലേക്ക് ഇറക്കിയത്. എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇത് $286 കോടി കുറഞ്ഞു. ഫെബ്രുവരിയിൽ വീണ്ടും കുറച്ചു എന്നാണ് വിവരം. അതായത് ഫെബ്രുവരിയിലെ ആദ്യത്തെ 10 ദിവസത്തെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യയും ചൈനയും റഷ്യയുടെ ക്രൂഡ് വാങ്ങുന്നത് കുറച്ചു എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. റഷ്യയിൽ നിന്ന് ലഭിച്ചിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറവായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇന്ത്യ കൂടുതൽ വാങ്ങിയത്. അത് വാസ്തവമാണ്. അതായത് കാരണം ഇന്ത്യക്ക് നല്ല ബിസിനസ് തന്ത്രം അറിയാവുന്നവരാണ്. 2022 21% എണ്ണ ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നായിരുന്നു. 2023 ഇത് 35% ഉയർന്നു. 2024 അത് ഏകദേശം അത്ര തന്നെ ക്രൂഡ് ഓയിലും വാങ്ങി. എന്നാൽ 25 നേരിയ തോതിൽ അങ്ങ് കുറയാൻ തുടങ്ങി. 2026 അതായത് 26 ഫെബ്രുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ദിവസവും വാങ്ങുന്ന എണ്ണയിൽ റഷ്യയേക്കാൾ മുന്നിലുള്ളത് സൗദി അറേബ്യയാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിന് ധാരണയായിട്ടുണ്ട്. അതായത് നേരത്തെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് അയക്കുന്ന ചരക്കുകൾക്ക് നികുതി ഉണ്ടായിരുന്നില്ല. പിന്നീട് ട്രംപ് 50% നികുതി ചുമത്തി. റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു 25% പിഴ ചുമത്തിയത്, അതായത് നികുതി ചുമത്തിയത്. ഇപ്പോൾ ചർച്ച നടത്തി മൊത്തം ഇറക്കുമതി നികുതി 18% ആക്കിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാമെന്ന് ഇന്ത്യ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് വാർത്തകൾ. അടുത്ത 5 വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം $5 ലക്ഷം കോടി ആക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് കുറയുമ്പോൾ ഇന്ത്യക്ക് പകരം എണ്ണ എവിടെ നിന്ന് കിട്ടുമെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ അനുസരിച്ച് സൗദി അറേബ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഫെബ്രുവരിയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് സൗദിയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലാണ്. ഏറെ കാലത്തിന് ശേഷമാണ് ഇന്ത്യയുമായുള്ള ഇടപാടിൽ സൗദി മുന്നിലെത്തുന്നത്. നേരത്തെ റഷ്യയ്ക്കും ഇറാഖിനും ശേഷമായിരുന്നു സൗദി അറേബ്യ ക്രൂഡ് ഓയിലിന്റെ സ്ഥാനം, അതായത് 1ാം സ്ഥാനം നിലനിർത്തിയത്.